നമ്മുടെ നസീറത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ബീഫ് കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി നമ്മൾ കാപ്പി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ തന്നെ നമ്മളിപ്പോൾ മക്കളും ചെറുമക്കളും മരുമക്കളും ഒക്കെ കൂടെ ചേർത്ത് 10-15 ഉണ്ട് കേട്ടോ. കുക്കിംഗ് വീഡിയോ നല്ല ഒരു സന്തോഷത്തിന് എടുക്കുന്നതാണ്. അപ്പം നമ്മൾ നസീറത്തെ കറി വെക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കളയാം. എന്താ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, തക്കാളി, മല്ലിയില, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കറുകപ്പട്ട എല്ലാം കൂടെ ഇട്ട് ഉപ്പും ഇട്ട് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇറച്ചി എടുത്ത് തട്ടി ഒന്നും കൂടെ നല്ലോണം വഴറ്റുകയാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെക്കുന്നുണ്ട്. നസീറത്തെ എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാപ്പിക്ക് ഉരട്ടി ഇറച്ചിയാകുമ്പോൾ സൂപ്പറാവുമല്ലോ. പിന്നെ കുറച്ച് ചിക്കൻ കറിയുണ്ട് കേട്ടോ, ഉച്ചയ്ക്ക് നമ്മൾ വെച്ചതിൻ്റെ ബാക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചിക്കൻ്റെ ലിവർ പുരട്ടിയതും കൂടെ ഉണ്ട്. അപ്പോൾ രാത്രി അത് മതി. അപ്പോൾ ചിക്കൻ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആവശ്യത്തിനിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. 2-3 വിസിലൂടെ വരുമ്പോൾ സൂപ്പർ കറി റെഡിയാവും. ഞാൻ ബീഫൊന്നും കഴിക്കത്തില്ലെങ്കിൽ നസീറത്ത് വയ്ക്കുന്ന മറ്റ് കറിയൊക്കെ എല്ലാം ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതെനിക്ക് രുചിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റാണെന്നറിയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.